ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ മുണ്ടക്കൈയിൽ രക്ഷാദൗത്യം വേഗത്തിലാക്കുന്നതിൽ നിർണായകമാകുന്നത് ബെയിലി പാലമാണ്. വലിയ ചെരുവുള്ളതോ ദുർഘടവുമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയിലി പാലം. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത്. എന്താണ് ബെയിലി പാലത്തിന്റെ പ്രത്യേകത എന്നറിയാം. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയിലി പാലം നിർമ്മിച്ചത് കേരളത്തിൽ തന്നെയാണ്. പമ്പ നദിക്ക് കുറുകെയായിരുന്നു അത്. 1996 നവംബർ 8 റാന്നിയിൽ സൈന്യം ബെയിലി പാലം നിർമ്മിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി സൈനികാവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിലാണ് ഇത് നിർമ്മിച്ചത്. 1942 രണ്ടാം ലോകമഹായുദ്ധത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം നിർമ്മിക്കുന്നത്. ഉത്തരാഫ്രിക്കയിലായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിനായി ബെയിലി പാലം നിർമ്മിച്ചത്. ബ്രിട്ടീഷുകാർ രണ്ടാം ലോകമഹായുദ്ധത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ. കനത്ത മഴയും പുഴയുടെ കുത്തൊഴുക്കും അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥകൾ തരണം ചെയ്ത് രാത്രി മുഴുവൻ നിർത്താതെ അധ്വാനിച്ചാണ് സൈന്യം മുണ്ടക്കൈയിലേക്ക് രക്ഷയുടെ പുതിയ പാലം ഒരുക്കിയത്. ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് ബെയിലി പാലം. 190 അടിയാണ് ചൂരൽമലയിൽ നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന്റെ നീളം. 24 ടൺ ഭാരം വഹിക്കാൻ പാലത്തിന് കഴിയും. നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പാലം നിർമ്മിക്കുന്നത്. പാലം നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് എത്തിച്ചത്. വിമാനമാർഗം കണ്ണൂർ എയർപോർട്ടിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് 17 ട്രക്കുകളിലായാണ് വയനാട്ടിൽ ദുരന്ത സ്ഥലത്തെത്തിച്ചത്. This bridge, which has been constructed by our efforts day and night, has now come up. Will be coming up at 10 o'clock, and this is going to change the dynamics of the rescue operations, and that's what we are hoping. The focus primarily is to now search for people who are trapped inside houses, if at all. As of now, we are still expecting that there could be someone who needs help, where mud has gone over their houses and they have got some space to stay inside, but we are not able to secure it. That would be our focus. For that, we would inject heavy equipment inside inside the area which is affected. We would also have use our dogs, which have come again from Delhi through Air Force aircraft. So we will use both of these. പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നദാവത്തിനാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല. പാലത്തിലൂടെ JCB, കിറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ മുണ്ടക്കൈയിലേക്ക് തിരച്ചിലിനായി എത്തിക്കാനാകും.